ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. RS ബ്ലോഗിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം. ഞങ്ങളൊരു ചെറിയ പരിപാടി കാണാൻ പോയിരിക്കുന്നത് വടക്കഞ്ചേരി വണ്ടർ കാർണിവൽ. അവിടെ പരിപാടിക്ക് പോയി നമ്മൾ ആദ്യം ഇത് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ കുഞ്ഞാവ് കൈ നീട്ടിയിരിക്കുക. ആദ്യം കുഞ്ഞാവിന്റെ കയ്യിലാണ് നമ്മൾ ടിക്കറ്റ് കൊടുത്തത്. നേരെ നമ്മൾ അവിടുന്ന് കയറിപ്പോയി ഇതേ ടിക്കറ്റും കൊടുത്ത് ഉള്ളിൽ കയറിപ്പോയപ്പോൾ അയ്യോ ഒന്നും പറയണ്ട, നിറയെ കളർ മത്സ്യങ്ങൾ. കണ്ണ് തള്ളിപ്പോകും കേട്ടോ, സത്യം പറഞ്ഞ. അയ്യോ ഭയങ്കര കാഴ്ച നോക്കിയേ, അങ്ങ് ആകാശത്ത് നക്ഷത്രം വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഒരു കാഴ്ച. ഓഹോ, അത് കണ്ടതേ ക്ഷീരമ്മയും പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ചിരി അടക്കാൻ വയ്യ അവർക്ക് ഇത് കണ്ടിട്ടേ. ഭയങ്കര അത്ഭുതം. ആദ്യമായിട്ട് മീൻ കാണുന്ന പോലെയാ അവരുടെ തോന്നല്. പക്ഷെ അങ്ങനെയല്ലല്ലോ. എന്നാലും നിറയെ മീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ നിറയെ മീനുകളുണ്ട്, വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. കുളത്തിൽ കിടക്കുന്ന മീനുകളടക്കം അവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. തിലോപ്പിയ മുതൽ എന്താ പറയാ കരിമീൻ വരെ ഈ ഗ്ലാസ് കൂട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുക ഷീനമ്മയും കുഞ്ഞാവയും കുഞ്ഞും. നമുക്ക് എവിടെ പോയാലും വീഡിയോ എടുക്കുന്ന റോളല്ലേ ഉള്ളൂ. അത് കാരണം നമ്മുടെ മുഖം അധികം കാണാൻ വഴിയില്ല. അത്യാവശ്യം ഇടയിൽ കാണും. ദേ ഇത് നോക്കിയേ, ഇതിന്റെ പേരെന്താ കുഞ്ഞാവി? ഇതിന്റെ പേരെന്താ? അരാപ്പീന. അരാപ്പീനയാണ് ഈ ഏറ്റവും വലിയ മീൻ കേട്ടോ. അരാപ്പീനയാണ്. അത് വലിയ അരാപ്പീനകളും ഇതിലുണ്ട് കേട്ടതാ. സൈഡിലൊക്കെ ഒതുങ്ങി കിടക്കുന്നുണ്ട് അവര്. ഗ്ലാസ് കൂടാ, റൗണ്ടിലുള്ള ഗ്ലാസ് കൂടാണ്. അതിനിടയിലാണ് ഇതുവരെ ഈ സാധനം നോക്കിയ വലിയ മൊയ്മീനോ വാളയാ, അതും ഉണ്ട് ഒരു വമ്പൻ സാധനം. തൊട്ട് നോക്കുക, ഗ്ലാസ്സിന് പുറത്തായതുകൊണ്ട് ധൈര്യത്തിൽ തൊടാലോ. അപ്പൊ ക്ഷീണം എല്ലാവരും തൊട്ട് നോക്കട്ടെ. മീൻ ഒരു ഇളക്കൂല, ആശ മിണ്ടത് കിടക്കാം. ഉറക്കം തൂങ്ങിയും വരും. നല്ല ചാപ്പാടാണേ. ചാപ്പാടും കഴിച്ച് ആശാന്മാർ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുക. വാളയും അല്ല മൊയ്മീനും അല്ല കേട്ടോ, അതേപോലത്തെ ഒരു സാധനമാണ് സാധനം. എന്തായാലും അവിടുന്ന് ഗ്ലാസ് കൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 25 മീറ്ററോളം ആ ഗ്ലാസ് ഉണ്ട്. അതിന് ഫുള്ളും മീനുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടില്ലേ, കാണാൻ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് എന്തായാലും കാണാൻ. നിറയെ കളർ മത്സ്യങ്ങളുണ്ട്, പിന്നെ അരാപ്പീനയുണ്ട്, പിന്നെ അതേപോലെ നമ്മുടെ തിലോപ്പയും കരിമീനും എല്ലാം അവർ വിട്ടിട്ടുണ്ട് കേട്ടോ അതിനുള്ളിൽ. സുഹൃത്തുക്കളെ, മീനുകളുടെ കാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് കാണാൻ കിടക്കുന്ന പൂരം ശരിക്കും പറഞ്ഞ അത്ഭുതങ്ങളുടെ ലോകമാട്ടോ അത്. നമ്മുടെ അവതാർ സിനിമയിൽ അതേ ഇത് തന്നെ, മൊത്തം അവതാർ കാർണിവൽ. അപ്പൊ അവതാറാണ് ഇനി ഇവിടെ. അവിടെ കടന്നു പോകുന്ന വഴി തന്നെ അതിഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ, ഭയങ്കരമായ ലൈറ്റിംഗ് ആണ്. അതേപോലെ തന്നെ നല്ല കാഴ്ചയുണ്ട് കേട്ടോ. വള്ളിക്കുടിലും തോട്ടക്കം കവാടം തന്നെ കലക്കി, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നേരെ നമ്മൾ ഈ ഇതിന്റെ ആ ഒരു ഗുഹേന്റെ ഉള്ളിലേക്ക് കയറും പോലെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഒരാൾ വായൊക്കെ പൊളിച്ച് നിൽക്കുന്ന ലൈറ്റ് എല്ലാം ലൈറ്റിംഗ് ആട്ടാ. കാണാൻ അതിഗംഭീരമാണ്. എന്തായാലും ഞങ്ങൾ നേരെ അതിനുള്ളിലൂടെ അങ്ങോട്ട് കടന്നു പോകും. ഇതാണ്ട വള്ളിയും മരങ്ങളും, ശരിക്കും പറഞ്ഞാൽ അവതാർ ലോകം. അവതാർ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതേ ഒരു സെറ്റപ്പാണ് അവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിഗംഭീരമായിട്ട് കടന്നു പോകുമ്പോൾ തന്നെ കാണാൻ എന്തോ ഒരു അത്ഭുതമാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും എന്തായാലും. ആദ്യമേ കടന്നു പോകുന്ന വഴിയിൽ നോക്കിയേ, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതേ, മരങ്ങളുണ്ട്. അതിന്റെ പൊന്നെ, എന്താ ഈ കാണുന്ന കാഴ്ചകൾ നോക്കിയേ, അതിമനോഹരമായ കാഴ്ച കേട്ടോ. അവതാർ സിനിമയിലെ അതേപോലെ അല്ലെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മരങ്ങളാണെങ്കിലും ശരി, ഇതേ നോക്കിയ കൂണ്, അവിടെയുള്ള ചെടികള്, ഇതെല്ലാം അതിഗംഭീരമായ കാഴ്ചയായിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ അപ്പൊ കാർണിവൽ കാണാൻ പോയിട്ട് കുറച്ച് ദിവസമായി. നമ്മളപ്പോ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് കുറെ ദിവസമായതാണ് കേട്ടോ. പക്ഷെ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും ഇത് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല. അതെന്തായാലും ഇപ്പോഴാണ് സമയം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എഡിറ്റ് ചെയ്തെല്ലാം റെഡിയാക്കിട്ടോ. അപ്പൊ എന്തായാലും അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടി പോയി ഡ്രാഗൻ അല്ല, അവതാർ അവതാർ വണ്ടർല കാണാൻ വേണ്ടി അങ്ങനെ പോയതാണ്. അപ്പൊ പോയപ്പോ കുറെ മീനുകളെ കണ്ടു, അക്വേറിയം കണ്ടു. ഇതേ ഉള്ളിൽ പോയപ്പോ ഇത്രയും മനോഹരമായ കാഴ്ചയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിറയെ ആളുണ്ട് കേട്ടോ, ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയും നല്ലൊരു സെറ്റപ്പ് കുറച്ച് സ്ഥലത്ത് അവരുള്ള ഒരു അടിപൊളിയാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും അപ്പൊ നന്നായിട്ടുണ്ട് കാണാൻ, കുഴപ്പമില്ല. അതായത് അവതാർ സിനിമയിലെ കാഴ്ചകൾ നമ്മൾക്ക് ഒരുക്കി തരുമ്പോൾ എന്തേ നോക്കിയേ, നീരാളിയുടെ ഇത് ഇത് മറ്റേ ഡ്രാഗൺ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറക്കുന്ന സീന്, കൂണുകള്, അതേപോലെ തന്നെ പലതരം ചെടികള്, ഇതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഫ്ലവറൊക്കെ ഭയങ്കര കാണാൻ അതിമനോഹരമാണ്. കാരണം അവർ അതിനനുസരിച്ച് ലൈറ്റിങ്ങും കളറിങ്ങും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കാണാൻ. ഇത് അപ്പുറത്തൊരു ഡ്രാഗൺ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഈ ഇങ്ങേ ഒരു ഭാഗത്ത് ഈ ഡ്രാഗനും അതേപോലെ തന്നെ നമ്മുടെ ചുള്ളന്മാരപ്പുറത്തുണ്ട് കേട്ടോ. അവതാറുണ്ട്, അമ്പും വില്ലൊക്കെ ഏന്തിയുള്ള അവതാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡ്രാഗൻ ഇങ്ങനെ പറക്കുന്ന ഒരു സീൻ ഉണ്ട്, ദേ കണ്ട. അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പറക്കുന്ന സീനാണ് ഈ ഡ്രാഗൻ. അപ്പൊ ആ അവതാറിലെ ഡ്രാഗൻ കൂടി അവരിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം കുറച്ച് അപ്പുറത്ത് നമ്മുടെ അവതാർ അവതരിച്ച് നിൽക്കുന്ന ഒരു സീൻ ഉണ്ട് കേട്ടോ. അതെ, അവർക്ക് ഒരു മരമൊക്കെ സെറ്റ് ചെയ്ത്, ഈ എന്താ പറയാ നീരാളി ഫ്ലവർ, അത് മനോഹരമാണ്. ആകാശത്ത് കൂടി ഇങ്ങനെ പറക്കുന്ന രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും അതിമനോഹരമായ കാഴ്ച ഒരുക്കി വെച്ച് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ അത് ഒരുക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ടു നോക്കിയേ, അതിമനോഹരമായിട്ടില്ലേ ഈ കാഴ്ച? എത്ര എത്ര മനോഹരമാണല്ലേ. സൂപ്പർ 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 പറഞ്ഞു, അടിപൊളി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ.
അപ്പൊ ഈ അവതാറിന്റെ വണ്ടർ കാർണിവൽ എവിടെ ഉണ്ടെങ്കിലും സുഹൃത്തുക്കളെ, നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് പോയി കാണാം. ഉറപ്പായിട്ടും അതിമനോഹരമായിരിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ടട്ടതാ. ഇത് വേറൊരു, നമ്മുടെ അവതാറിലെ വേറൊരു ജീവിയാണ് ഈ കാണുന്നത്. കണ്ടോ? ഇതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലൈറ്റിംഗ് കാര്യങ്ങളും എല്ലാം ഒരുക്കി തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനടുത്ത് തന്നെ ഈ മരങ്ങൾ, മെയിനായിട്ട് പറയും ചെടികൾ ഒരുക്കിയതാണ് കേട്ടോ അവരുടെ. കാണാൻ ശരിക്കും പറഞ്ഞാൽ ചെടികൾ ഒരുക്കിയത്, നമ്മളെ ഈ അവതാർ സിനിമയിൽ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ചെടികളിലൊക്കെ തൊടുമ്പോൾ ഒരു വെളിച്ചവും ഇല്ലെങ്കിൽ അതൊക്കെ വരില്ലേ, അതേപോലെ തന്നെ ദേ ഇവിടെ നോക്കിയ ഒരാളിരിക്കുന്നത്. ഏഹ് കണ്ടില്ലേ? ഇത് നമ്മുടെ എന്താണ്, ദിനോസോറിന്റെ ഒരു രൂപം. അപ്പൊ അതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത്, കുറച്ചപ്പുറത്ത് നമ്മുടെ അവതാർ ഉണ്ട് കേട്ടോ. അവതാറിനെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഈ ആദ്യം ഈ കാഴ്ചകളൊക്കെ ഒന്ന് നമ്മൾ പകർത്തി എടുക്കണ്ടേ, നമ്മൾ ഒരുപാട് നേരമുണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതിനെല്ലാം ചെറുതാക്കി എടുത്തിട്ടോ. അതേപോലത്തെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ കണ്ടില്ലേ, നമ്മുടെ നീരാളി പോലത്തെ ഒരു സാധനമാണ് മുകളിലൊക്കെ തൂങ്ങി നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ അവതാറിലെ വേറൊരു സംഭവം, കുതിര. അവതാറിലെ കുതിരയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ അവതാറിലെ കുതിരയെ അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദിനോസോർ റെഡിയാക്കിയിട്ടുണ്ട്, ഡ്രാഗൺ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അവതാറിലെ മരം, ആ വള്ളിക്കുടൽ. ഇതിനടുത്ത് നിൽക്കുന്നത് ആരാ നോക്കിയേ, നമ്മുടെ അവതാർ, അവതാര പുരുഷൻ. കണ്ടില്ലേ? അവൻ ആളെ അതിമനോഹരമായിട്ട് നോക്കിയേ, ജീവനുള്ള പോലെ തന്നെ ഇല്ലേ കാണാൻ. അപ്പൊ അവതാറിനെയും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് അടുത്ത് തൊട്ടപ്പുറത്ത് വേറൊരാൾ കൂടി ഉണ്ട്. ഈ അവതാർ തന്നെ വേറൊരാൾ കൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ മരത്തിനടുത്താണ് അവർ നിൽക്കുന്നത്. അതിമനോഹരമായ മരം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ വലിയ കൂണ് ചെടികൾ വീണ്ടും ഞാൻ കാണിച്ചു തരികയാണ്. ഇതെല്ലാം ഇതിനുണ്ട്. ഇതിന്റെ ഓരോ ഭാഗത്ത് ഓരോ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ഇതിന് കുറച്ചപ്പുറത്താണ് അതെ നമ്മുടെ വേറൊരു അവതാർ അമ്പും വില്ലുമായി നിൽക്കുന്നത് കേട്ടോ. അതിന് കാണാതെ പോകരുത്. അമ്പ് റെഡിയാണ്, വിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു അവതാർ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു അവതാർ ഉണ്ട്. അപ്പൊ രണ്ടുപേരും ഈ മരത്തിന്റെ ഒരു അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കൾ, ഞങ്ങൾ അവിടെ കുറെ നേരം അവിടേക്ക് കറങ്ങി നടക്കുന്നത് അവതാറിന്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പൊ അവതാറിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട്, വെളിച്ചം കൂടുതലായ കാരണം അത്ര ക്ലിയർ ഉണ്ടാവില്ല, പക്ഷെ ഫുള്ള് ലൈറ്റിംഗ് അല്ലേ ഉള്ളിൽ, അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ക്യാമറയ്ക്ക് നമ്മൾ അത്രേ ക്ലിയർ കിട്ടത്തുള്ളൂ. അതാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ നമ്മുടെ ഫോട്ടോ അധികം ഇതുണ്ടാവില്ല. അപ്പൊ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ നിന്നും അങ്ങനെ ഇനിയിപ്പം കഴിഞ്ഞു. ഉള്ളിലെ ഒരു ഭാഗം മുഴുവൻ കറങ്ങി നടന്നു. എന്നാൽ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാനുള്ള മനസ്സില്ല കേട്ടാ. കുറെ നേരം കൂടി നിന്നിട്ട് പോകാന്ന് പറഞ്ഞിട്ടൊക്കെ തിരിഞ്ഞു, ഒന്നുകൂടി അങ്ങോട്ട് നടന്നു പോയി. കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ എന്തായാലും ഉള്ളിലെ കാഴ്ചകൾ അത്രയ്ക്ക് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഞങ്ങൾ നിന്നു. നോക്കിയിട്ട് മതിയാവുന്നില്ല കുഞ്ഞാവിക്ക്. ശരി, അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി ഇതിന് പുറത്തുള്ള കാഴ്ചകൾ കാണണ്ടേ. അപ്പൊ നേരെ അവിടെ നിന്ന് മെല്ലെ നടന്നു വേറെ, എന്നിട്ട് വരാൻ മനസ്സില്ലാട്ടാ. അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ, കുഞ്ഞാവ് മെല്ലെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നറിയാതെ നോക്കി നിൽക്കാണ്. ലൈറ്റുകളൊക്കെ അത്രയും നന്നായിട്ടുണ്ടല്ലോ. അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു തന്നു. പിന്നെ ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് എടുത്തു. അങ്ങനെ ഞങ്ങളപ്പോ അവതാറിന്റെ കാഴ്ചകൾ കണ്ടു. അവതാർ അവിടെ നിന്നൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്നു. കൂണുകൾ കണ്ട, കൂണ്, മരം, അവതാറ്, നീരാളി, അങ്ങനെ എല്ലാ കാഴ്ചകളും ഒരിക്കൽ കൂടി നമ്മുടെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ടാറ്റ പറയാമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ പുറത്തേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ളിൽ കഴിഞ്ഞു. ഇനി പുറത്ത് ചെറിയൊരു ഷോപ്പിംഗ്. എന്തായാലും പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഉണ്ടാവുമല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ പോയി ഇതെന്താ സാധനം, നമ്മുടെ കോളിഫ്ലവർ ചില്ലി. അവിടെ നിന്ന് ഒരു ചായയും കോളിഫ്ലവർ ചില്ലിയും എല്ലാവരും കൂടി വാങ്ങിയിരുന്ന് കഴിച്ചു ഞങ്ങൾ. അല്ലേ? ഞാൻ ഒരു കോളിഫ്ലവർ ചില്ലി അല്ല, 2 എണ്ണം വാങ്ങി കഴിച്ചു. ഒന്നല്ല, 2 എണ്ണം. ആ, അപ്പൊ അത് വാങ്ങി കഴിച്ചു. അവിടെ നിന്ന് ഇനി നേരെ പുറത്തേക്ക്. അപ്പോ അത് കഴിഞ്ഞു. നേരെ ഇനി പുറത്ത് വന്നു കഴിഞ്ഞാൽ ആകാശ ഊഞ്ഞാൽ, ഇതിനെന്താ പറയാ, ജെയിന്റിങ് വീലോ, അതിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിനിടയിൽ ഞങ്ങളെ ഒരു ഗെയിം കളിച്ചിട്ടൊരു ചെറിയൊരു ഈ മുറന്ന് പറയും ഞങ്ങള്, നിങ്ങൾ എന്ത് പറയുന്ന അറിയില്ല. അത് കാരണം ഗെയിം കളിച്ചിട്ട് അത് കാരണം കിട്ടിയിട്ടില്ല. അപ്പൊ അതും കൈ പിടിച്ച് നമ്മൾ വന്നത്. അപ്പൊ കുഞ്ഞാവയ്ക്ക് ഒരു ആഗ്രഹം, അവിടെ ഒരു കുഞ്ഞ് ട്രെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിൽ കയറണമെന്ന്. എന്നാ പിന്നെ ശരി, അതിൽ കയറ്റി കളയാന്ന് വിചാരിച്ചു. അപ്പൊ കുഞ്ഞാവയ്ക്ക് അതിലിരിക്കണം പറഞ്ഞപ്പോൾ ചേച്ചി അനിയത്തിയും കൂടി നേരെ ടിക്കറ്റ് എടുത്ത് അതിൽ കയറാനുള്ള തയ്യാറെടുപ്പാണ്. ഇനിയിപ്പോൾ എന്തായാലും കയറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും. എന്തെങ്കിലും വലുതിലാണ് കയറണം പറഞ്ഞത്, പക്ഷെ അതിൽ സമയമില്ല. അത് മാത്രമല്ല, ഫുഡൊക്കെ കഴിച്ച് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നേരെ ഇതിൽ ചെറുതിൽ കയറ്റിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞാവയ്ക്ക് ആ തോണിയിലും കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, നടക്കത്തില്ല. ഭക്ഷണം കഴിച്ചൊക്കെ ചിലപ്പോൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ കുഞ്ഞ് ട്രെയിനിലൊന്ന് കയറ്റി വിട്ടു കുഞ്ഞാവിനെയും ചേച്ചിനെയും കൂടി. അപ്പൊ ഞങ്ങൾ പുറത്ത് നിന്നോട്ടാ, നമുക്ക് അതിലൊന്നും കയറാനുള്ള ധൈര്യം ഇല്ലേ? ഷീനമ്മയ്ക്കാണ് ഏറ്റവും ധൈര്യം കൂടുതൽ. അത് കാരണം ഷീനമ്മയ്ക്ക് അതിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹവും തന്നെ ഇല്ല. അത് കാണുമ്പോൾ തന്നെ പേടിയത്. അതുകൊണ്ട് ഷീനമ്മയ്ക്ക് അതിൽ കയറുന്ന ഒരു ആഗ്രഹമില്ല. വേണമെങ്കിൽ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പോഴേക്ക് 2-3 റൗണ്ട് കുഞ്ഞാവിയും ചേച്ചിയും കൂടി പോയി. കുഞ്ഞാവിയും കുഞ്ഞും കൂടി 2-3 റൗണ്ട് അവരടിച്ച് അവർ ട്രെയിൻ നിർത്തി. അവർ താഴേക്ക് ഇറങ്ങി വരുന്നത് കേട്ടാ. ഹായ്. അപ്പൊ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി അതിൽ എന്തായാലും കറക്കം കഴിഞ്ഞു. ഇനി നേരെ പുറത്തേക്ക്. അപ്പൊ അവിടെ നിന്ന് വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ വെളിയിൽ വന്നു.
ദേ നമ്മുടെ ഡ്രാഗന്റെ വെളിയിൽ ഡ്രാഗൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവര്. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു, നേരെ പുറത്തേക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ വീണ്ടും കാണും വരെ ഇതേപോലെയുള്ള വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.